മഹാരാഷ്ട്രയിലെ ആൾക്കാരെ പറ്റി ഇന്ന് നല്ലോണം മനസ്സിലായി. കേരള ടു മണാലി അതും നടന്നിട്ട് ഇന്നെനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ദിവസമാണ്. ഓരോന്നോരോന്നാ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഞാനിങ്ങനെ നടക്കുമ്പം എൻ്റെ മുന്നിൽ ഒരു കാർ വന്ന് നിർത്തി. അതും മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വണ്ടി. മൊഹസിനും മുബീനും നമ്മളങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച്. അപ്പോൾ എന്നൊക്കെ ചോദിച്ചു, ഫുഡ് കഴിച്ചിക്കോ? ഞാൻ പറഞ്ഞില്ല, പോകുന്നതായി കഴിക്കണോ? നേരെ അപ്പുറമുള്ള ഹോട്ടലിൽ കയറിയിട്ട് നല്ല ബിരിയാണി വാങ്ങി തന്നു. ഞാനങ്ങനെ എൻ്റെ ഫാമിലിനെല്ലാം കാണിച്ചു കൊടുത്ത് അവരിങ്ങോട്ട് എനിക്കും കാണിച്ചാന്ന്. അങ്ങനെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയോ ടോപ്പിക്ക് ഫ്ലഡിലേക്കായി. അപ്പോഴാണ് മോഹസിൻ പറയുന്നത്, മൂപ്പരുടെ നാട്ടിൽ ഇന്ന് ഫ്ലഡാലും മൂപ്പരുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് വരെ വെള്ളാലും. മഴ പെയ്ത് ഡാമിൽ വെള്ളം നിറഞ്ഞപ്പോൾ അവർ ഷട്ടർ തുറന്നു. സ്വാഭാവികമായും വെള്ളം അങ്ങത്തേക്ക്. സേഫാലും വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫൈനലി പമ്പിലെത്തിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, അവർ ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഞാൻ രണ്ടും കളിപ്പിച്ച് മുന്നോട്ടേക്ക് കടന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറം ഒരു പമ്പുണ്ട്, അവിടേക്ക് പോവാന്ന് വിചാരിച്ചു. ടൈമാണെങ്കിലോ 6 മണിയും കഴിഞ്ഞിക്ക്. അങ്ങനെ നടക്കുമ്പോൾ ഒരു തട്ടുകടയിൽ വെച്ചിട്ട് ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെയും കണ്ട്. അവരെന്നെ വിളിച്ച് ഒരുപാട് കാര്യം സംസാരിച്ച് എനിക്ക് ചായയും ബ്രെഡും ഓംപ്ലേറ്റൊക്കെ വാങ്ങി തന്ന്. നോക്കുമ്പോൾ അവർ കൊച്ചിയിൽ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്തതാലും അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാറിയതാലും. അങ്ങനെ അവരോടും ബായി പറഞ്ഞ് ഞാൻ മുന്നോട്ടേക്ക് തന്നെ നടന്നു. അങ്ങനെ പമ്പിലെത്തി അവിടെ ഇരിക്കുമ്പോഴേക്കും എൻ്റെ മുന്നിലൊരു താർ വന്ന് നിർത്തി. സുമിത് ബായി, ദ റിയൽ ഹീറോ. അങ്ങനെ മൂപ്പരോട് സംസാരിച്ചിരിക്കുമ്പോൾ മൂപ്പരൻ ചോദിച്ചു, ഇന്നെവിടെയാ സ്റ്റേ? ഞാൻ പറഞ്ഞു, ഈ പമ്പിലാ നിൽക്കുന്നേ. 700 മീറ്റർ കടന്നാൽ എൻ്റെ ഒരു ഹോട്ടലുണ്ട്, ഇന്ന് അവിടെ നിൽക്കാം. അത് കേട്ടപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി. അവിടെയുള്ള മാനേജർ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കാനും. കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഫുഡ്. ഏകദേശം 4 റൊട്ടിയാ നിൽക്കുക. ഫുഡും കഴിച്ച് മാനേജർ എന്നെ കൂട്ടി നേരെ റൂമിലേക്ക്, അതായത് ഹോട്ടലിലെ നേരെ ഓപ്പോസിറ്റ്. റൂം കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോന്നും പറഞ്ഞ് മാനേജർ പോയി. ദ വണ്ടർഫുൾ ഡേ അങ്ങനെ ഇവിടെ അവസാനിച്ചു. എല്ലാവരോടും സ്നേഹം മാത്രം.